ദക്ഷിണേന്ത്യക്ക് മേൽ ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുകയും ഉത്തരേന്ത്യക്ക് ദ്വിഭാഷാ നയവുമാണ്. അപ്പോൾ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കമുള്ളവർ നിർബന്ധമായിട്ട് ഹിന്ദി പഠിക്കണം എന്നൊരു വാശി. ഉത്തരേന്ത്യയിലുള്ളവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാൽ മതി. ഇതൊരു അനീതിയല്ലേ? ഇത് പ്രത്യക്ഷത്തിൽ അനീതിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രഭാഷ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ട് രാഷ്ട്രഭാഷയല്ല. ഇന്ത്യയുടെ പ്രഥമ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. അടുത്തത് ഇംഗ്ലീഷാണ്. ഇത് രണ്ടുമാണ്. നമുക്കുകളെ സംബന്ധിച്ച് ഇംഗ്ലീഷും ഹിന്ദിയും പിന്നെ നമ്മുടെ സ്വന്തം ലാംഗ്വേജും. സ്വന്തം ഭാഷ പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളതും അങ്ങനെ 3 എണ്ണമാണ് പഠിക്കുന്നത് കേരളത്തിൽ. ഉത്തരഭാരതത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹിന്ദി അവൻ്റെ സ്വന്തം ഭാഷയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പഠനം അവന് വേണം. ഇംഗ്ലീഷും സ്കൂളുകളിൽ ഇങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP പിന്തുണയ്ക്കുന്ന ഒരു ദ്വിഭാഷാ നയത്തെ അല്ല, ത്രിഭാഷാ നയത്തെയാണ്. BJP സർക്കാരാണല്ലോ ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഉത്തരേന്ത്യക്കാരനും 3 ഭാഷ പഠിക്കണം എന്ന് തന്നെയാണ് NEP ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. സ്ട്രോങ് ആയിട്ട് അതിനെ പിന്തുണച്ചുകൊണ്ടാണ് NEP എന്നുള്ള നയം വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ എവിടെ നിന്ന് ഈ 3ാമത്തെ ഭാഷ കണ്ടെത്തും? ഇതൊരു ചോദ്യമാണ്. നമുക്കാണെങ്കിൽ വേറെ ചോയ്സില്ല, നമ്മുടെ സ്വന്തം ഭാഷ പഠിച്ചേ പറ്റുള്ളൂ. കേരളത്തിലാണ് ജനിച്ചത്. മലയാളം നമ്മളുടെ ഗ്രാമറും അതുപോലെ തന്നെ വൃത്തവും ലക്ഷണവും ഒക്കെ പഠിക്കണമല്ലോ. പിന്നെ കഥകളുണ്ടെങ്കിൽ അതും അങ്ങനെയൊക്കെ. ഇംഗ്ലീഷാണെങ്കിലും സകലമാന ഗ്രാമറടക്കം അതും പഠിക്കാം. ഇതൊക്കെ പോരായിട്ടാണ് പക്ക സാഹിത്യ ഹിന്ദിയും കൂടെ പഠിക്കേണ്ട തന്നെ അവസ്ഥ. നമ്മുടെ സത്യം പറഞ്ഞാൽ സ്കൂൾ അവേഴ്സിൽ വലിയൊരു ശതമാനം ഈ 3 ഭാഷകളായിട്ട് എടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ് 1 and 2, മലയാളം 1 and 2, ഹിന്ദി 1 മാത്രം. അങ്ങനെ ആയിക്കോട്ടെ, അത് അങ്ങനെ പോവും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക ഒരവസ്ഥ അതാണ്. നമുക്ക് നമ്മുടെ ഔദ്യോഗിക ഭാഷകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇത് എവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജിയൊക്കെ കൊണ്ടുവന്നൊരു നയമാണ്. എന്ന് വെച്ചാൽ ഹിന്ദി എല്ലായിടത്തും പഠിക്കണം. അത് ദേശീയോദ്ധാരണത്തിന് അത് ആവശ്യമാണ്. ദേശീയ ഐക്യത്തിന് ഒരു വളരെ നമ്മുടെ ഇവിടെ ഐക്യം ഉണ്ടാക്കാനുള്ള ഒന്നായിട്ട് തന്നെയാണ് അന്നത് കരുതപ്പെട്ടത്. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ പ്രത്യേകിച്ച് ഗാന്ധി സ്ഥാപിച്ചാണത്. അപ്പോൾ അതുവഴി അന്നത്തെ കാലത്ത് അന്നത്തെ ബ്രിട്ടീഷിൻ്റെ തന്നെ പല ഭാഷകൾ സംസാരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് പേർഷ്യനായിരുന്നു. അക്കാലത്ത് പേർഷ്യൻ വിരുദ്ധ ചില സമരമൊക്കെ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ പേർഷ്യൻ ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില പേർഷ്യൻ പദങ്ങൾ ധാരാളം കയറി വന്നത്. കച്ചേരി വെച്ചാൽ കോടതി, ഹജൂർ കച്ചേരി, ഹുസൂർ ആണ് ഹജൂർ. അത് പിന്നെ തഹസീൽദാർ പോലുള്ള പദങ്ങൾ. പട്ടാളത്തിലാണെങ്കിൽ തന്നെയും സുബേദാർ പോലുള്ള ഇങ്ങനെയുള്ള കുറേ പദങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ പേർഷ്യൻ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസാണ്. സൗത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ എന്നല്ല, ഒരു പാൻ സൗത്ത് ഇന്ത്യൻ ആദ്യം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് തെലുങ്കിനായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് തമിഴ്നാട്ടിൽ വരെ ആ ഇൻഫ്ലുവൻസ് വന്നു. മലയാള ഭാഷയെ പോലും അത് സ്വാധീനിച്ചിട്ടുണ്ട്. പടിഞ്ഞാറെന്നുള്ള പദം പടവറ എന്നുള്ള തെലുങ്ക് ഭാഷയിൽ നിന്ന് വരുന്ന ഒരു പദമാണ്. അന്നത്തെ കാലത്ത് തമിഴ്നാട്ടിലും കൂടെ ചേർന്ന് വിദ്യാഭ്യാസം നേടിയ എഴുത്തച്ഛൻ അത്തരം പല പദങ്ങളും കേരളത്തിലേക്ക് എത്തിച്ചു. പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടം വന്നപ്പം പേർഷ്യനിലേക്ക് വഴിമാറി. സർക്കാർ സംവിധാനങ്ങൾ പലതിൻ്റെ തന്നെ പേര് ആ രീതിക്ക് മാറ്റപ്പെട്ടു. താലൂക്ക് തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ വന്നു. അതിനുശേഷം പിന്നെ സ്വാതന്ത്ര്യ സമരകാലമായപ്പം ഹിന്ദിയുടെ വരവായി. സ്വമേധയാ നമ്മുടെ ആൾക്കാർ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി പഠിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലും അതെ, നാട്ടുരാജ്യങ്ങളിലും അതെ. രണ്ടായാലും ദേശീയോത്ഗ്രഥനത്തിന് അത് ആവശ്യമാണ് എന്നുള്ള ചിന്തയിലാണ് അത് ചെയ്തത്. ഇതിനുശേഷം അതിൻ്റെ പിന്തുടർച്ചയാണ് സ്വാതന്ത്ര്യശേഷം ഉണ്ടായത്. അന്നത്തെ കാലത്ത് പട്ടാളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതായിരിക്കണം എന്നൊരു ചർച്ച തന്നെ പാർലമെൻറ്റ് നടന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ? അവിടെ ഇംഗ്ലീഷ് ആയിരുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പട്ടാളത്തിൽ ചേർന്ന ആൾക്കാർക്ക് ഹിന്ദി അറിയില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയാം. കാരണം അവരുടെ കമാൻഡേഴ്സ് സായിപ്പന്മാരാണല്ലോ, വെള്ളക്കാർ, അവരുടെ ഭാഷ അവർക്കറിയാം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടാളത്തിൽ വന്നവർക്കാണ് ഹിന്ദി കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ അവർ ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത്. പട്ടാളത്തിൻ്റെ ഒരു ഔദ്യോഗിക കൈപ്പുസ്തകമുണ്ട് ഓരോ പട്ടാളക്കാരും കൊടുക്കുന്നത്. അത് റോമൻ ഹിന്ദിയിലാണ്. എന്ന് വെച്ചാൽ സാധനം ഹിന്ദിയാണ്, പക്ഷേ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണ്. നമ്മൾ മംഗ്ലീഷ് എഴുതുന്ന ഇങ്ങനെ എഴുതും. പക്ഷേ ഇങ്ങനെ പട്ടാളം അങ്ങനെ മാറി തന്നെ വിശദമായ ചർച്ച പാർലമെൻറ്റ് കടന്ന് വോട്ടിട്ട് അവസാനം കാസ്റ്റിംഗ് വോട്ടിൻ്റെ ബലത്തിലാണ് ഹിന്ദിക്ക് സപ്പോർട്ട് കിട്ടിയത്. അല്ലെങ്കിൽ അത് തുല്യമായിരുന്നു MP മാരുടെ. അന്ന് തൊട്ട് ആ ഒരു ഭാഷാ പ്രശ്നം സത്യത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ട് പേർഷ്യന് വിരുദ്ധമായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഹിന്ദി വിരുദ്ധ
നയങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുണ്ടായി. ഇത് രൂക്ഷമാക്കി. അങ്ങനെയൊക്കെ എന്തായാലും തമിഴ്നാട് മൊത്തം ഒന്ന് ഉടക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ തമിഴിന് ഇതേ ചോദ്യം ചോദിക്കും, അവിടെ 2 ഭാഷയും ഇവിടെ 3 ഭാഷയല്ലേ എന്നുള്ളത്. അതിനൊരു മാറ്റം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് 3 ഭാഷ പഠിക്കണം. ഇപ്പോൾ യു പി സർക്കാർ ഈയിടെ ഒരു ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ട്. യു പിയിലെ സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് 3ാമത്തെ ഭാഷ. ഏതൊക്കെയാണ്? തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ. ഈ 4 ഭാഷയാണ് വെച്ചേക്കണം. ബംഗാളിയല്ല, അസമീസ് അല്ല, ഗുജറാത്തി അല്ല, കാശ്മീരി അല്ല, പഞ്ചാബ് ഭാഷ ഒന്നുമല്ല, സൗത്ത് ഇന്ത്യയിലെ ഭാഷകൾ. ഇത് ദേശീയോത്ഗ്രഥനത്തിൻ്റെ പുതിയൊരു ചിഹ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തെക്കിൻ്റെ ഭാഷകളും കൂടെ വടക്ക് പഠിക്കുമ്പോഴാണ്, വടക്കിൻ്റെ ഭാഷ തെക്ക് പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ? ഇതുകൊണ്ട് പ്രയോജനങ്ങളാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവർ മനസ്സിലാക്കില്ല. തെക്കേ ഇന്ത്യയിലേക്ക് ഒരു വടക്കേ ഇന്ത്യക്കാരൻ ജോലി തേടി വരുമ്പോൾ അവന് ഈ ഭാഷ അറിയാമെങ്കിൽ ഇവിടെ കാര്യങ്ങൾ അവന് സർവൈവ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ വരുന്ന ബംഗാളി അവൻ സേട്ടാന്നൊക്കെ വിളിച്ചാണെങ്കിലും കഷ്ടപ്പെട്ട് മലയാളം പഠിക്കുന്നു. ഏതാണ്ട് അവൻ്റെ തന്നെ അവസ്ഥയിലാണ് ഇവിടുത്തെ IPS IAS നോർത്തിൽ നിന്ന് വന്നത്. കഷ്ടപ്പെട്ട് മലയാളം പറയാണ്ട് പറ്റില്ല. ഭരണ സംവിധാനത്തിൽ മലയാളമാണ്. അവൻ പഠിക്കുകയും ചെയ്യണം, അത് ഉപയോഗിക്കുകയും ചെയ്യണം. ആ മലയാളത്തിലേക്കോ തമിഴോ തെലുങ്കോ ഒക്കെ അവൻ അല്പം നേരത്തെ ഒന്ന് കടന്നു. എന്താ കുഴപ്പം? ഈ ഭാഷാ വൈരുദ്ധ്യങ്ങളും ഭാഷകളും എന്നുള്ള ശത്രുത ഒഴിവാകും. വളരെ വർഷങ്ങൾ മുമ്പ് സ്വാതന്ത്ര്യകാലത്ത് തന്നെയാണ് മഹാരാഷ്ട്ര ഇറങ്ങിയ ഒരു നാടകത്തിലെ ഒരു ഡയലോഗിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഭാഷകളെ കളിയാക്കുന്നൊരു ഡയലോഗാണ്. ഒരു കുടത്തിനകത്ത് കുറേ കല്ലിടുക, എന്നിട്ട് നന്നായിട്ട് കുലുക്കുക, എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളും നിങ്ങൾക്കത് കേൾക്കാം എന്ന് പറയുന്ന പരിഹാസ്യമായ ചില ഡയലോഗുകളൊന്നുണ്ടായിരുന്നു. ഇതൊക്കെ മാറിയിട്ട് സൗത്ത് ഇന്ത്യൻ ഭാഷ കേട്ടാൽ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ വേണമല്ലോ. അപ്പോൾ അവന് മനസ്സിലാക്കാൻ പറ്റണം, പഠിക്കാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. തെക്കും വടക്കും ഒന്നാവണം. അതാണ് വേണ്ടത്. അല്ല വടക്ക് തെക്കോട്ട് മാത്രം വന്നിട്ട് കാര്യമില്ല. അവിടെ നിന്ന് ദീപാവലിയും മറ്റാഘോഷങ്ങളൊക്കെ തെക്കോട്ട് വരുന്ന പോലെ ഇവിടുന്ന് ഒരു പക്ഷേ വിഷുവും ഓണവും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തിയൊക്കെ അങ്ങോട്ടും പോട്ടെ. ഇപ്പോൾ ഉണ്ട് ഒറീസയിലും മഹാരാഷ്ട്രയിൽ ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ സ്വയമേ വന്നൊരു മാറ്റമാണ്. അത് അതിൻ്റെ കൂട്ടത്തിൽ ഭാഷ അങ്ങനെ വന്നെങ്കിൽ സർക്കാർ മുൻകൈ എടുക്കണം, ഇല്ലെങ്കിൽ വരാൻ പാടാം. ഈ പലതരത്തിൽ ഇവിടെ ആൾക്കാർ ഭാഷ പഠിക്കുന്നുണ്ട്. അത്യാവശ്യം കൊറിയൻ കേട്ടാൽ മനസ്സിലാകുന്ന പിള്ളേർ ധാരാളമുണ്ട്. കൊറിയൻ മൂവീസ് നെറ്റ്ഫ്ലിക്സിലൊക്കെ കണ്ടിട്ട് അതില്ലാന്ന് പറയാൻ പറ്റില്ല. തെലുങ്ക് ഇവിടുത്തെ സിനിമ കാണുന്ന പിള്ളേരോട് കാര്യമായിട്ട് പറയണ്ട, അവർക്കെല്ലാം കേട്ടാൽ മനസ്സിലാവേണ്ട സ്ഥിതി വന്നു. അങ്ങനെയാണ് തെലുങ്കിൻ്റെ കാര്യം. സൗത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ ഇത് വന്നിട്ടുണ്ട്. ഹിന്ദി ആണെങ്കിലും സിനിമ കണ്ടാൽ കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും, ഇല്ലെന്നല്ല. തിരിച്ച് സൗത്ത് ഇന്ത്യൻ ഭാഷകൾ അങ്ങോട്ടും പോകണ്ടേ? അങ്ങനെ പോകുമ്പോഴാണ് ഇത് ശരിയാവുന്നത്. തൊഴിലടക്കമുള്ള കാര്യങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങൾ, രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, ഇതെല്ലാം അവിടെ വരുവാണ്. പലപ്പോഴും ഇതിനെ എതിരെ നിൽക്കുന്നൊരു സ്വഭാവമാണ് തമിഴ്നാട് കാണിച്ചേക്കണത്, പ്രത്യേകിച്ചും DMKയും സ്റ്റാലിൻ ഗവൺമെൻറ്റും ഒക്കെ. ഈയിടെ വിഷയം സുപ്രീം കോടതി ചെന്നു. അത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നവോദയ വിദ്യാലയങ്ങൾ തമിഴ്നാട്ടിൽ അതിനെ അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് സ്റ്റാലിന്. എന്താ കാരണം? അവിടെ ത്രിഭാഷാ പദ്ധതിയാണ്. അതിനകത്ത് ത്രിഭാഷ പറ്റില്ല, ഞങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ പറ്റില്ല. ഇത് സുപ്രീം കോടതി ചെന്നു. കോടതിയിൽ ഇവരതിനെതിരെ പോയി. കോടതി എടുത്തിട്ട് കുടഞ്ഞു. ജസ്റ്റിസ് B. നാഗരൻ, ജസ്റ്റിസ് മഹാദേവൻ ഇവരടങ്ങിയ ബെഞ്ച് സ്റ്റാലിൻ ഗവൺമെൻറ് എടുത്തിട്ട് കുടയത്. ഹിന്ദി പഠിക്കുന്നൊരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഭാഷാ പ്രശ്നമാക്കി മാറ്റരുത് എന്ന് സ്ട്രിക്റ്റായിട്ടൊരു നിർദ്ദേശം കൊടുത്തു. ശരിയാണ് കോടതി പറഞ്ഞത്. സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ രാഷ്ട്രീയമായിട്ട് ശരിയാണ്. ഇപ്പം ഒരു പരിധി വരെ എന്തിനാ നമ്മൾ ഹിന്ദി പഠിക്കുന്നതൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്. ചിന്തിക്കുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ തമിഴൻ പുറകിലായിപ്പോവും. ചുറ്റുമുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഹിന്ദി പഠിക്കുകയും വേറൊരു സ്ഥലത്ത് ചെല്ലുകയും ചെയ്യുമ്പോൾ തമിഴൻ പുറകിലായിപ്പോവും. ഒന്ന്. അപ്പം പണമുള്ളവർ അവർ ചില വലിയ സ്കൂളിലൊക്കെ പഠിക്കും, അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ടാവും, അവരിത് പഠിക്കും. അങ്ങനത്തെ നിരവധി സ്കൂളുകൾ ചെന്നൈയിലൊക്കെ ഉണ്ട്. ഫീസ് കൂടുതല. പാവപ്പെട്ടവന് പറ്റുമോ? അവന് ഫ്രീ ആയിട്ടുള്ള സർക്കാരിൻ്റെ സ്കൂളേ പറ്റുള്ളൂ, അവിടെ പഠിപ്പിക്കുന്നില്ല. അവനത് ഒരു തരത്തിലും പഠിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയം കോടതി അഡ്രസ്സ് ചെയ്തു. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് ഹിന്ദി പഠിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവസരം നിഷേധിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല, പാവപ്പെട്ടവൻ്റെ വിദ്യാഭ്യാസ അവകാശം തമിഴ്നാട് സർക്കാർ നിഷേധിക്കുന്നു എന്നാണ് കോടതി സ്ട്രിക്റ്റായിട്ട് പറഞ്ഞത്. ഇതൊരു പ്രധാന പോയിൻ്റാണ്. പലപ്പോഴും ഭാഷാടിസ്ഥാനത്തിൽ ബഹളം ഉണ്ടാക്കുന്ന റാഡിക്കൽ മൈൻഡുള്ള ആൾക്കാർ ഈ ഒരു പോയിൻ്റ് അവർ കണ്ടതായിട്ട് നടിക്കില്ല. പാവപ്പെട്ടവന് ഉയർന്നു വരണ്ടേ? അവന് വടക്കേ ഇന്ത്യ ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടണ്ടേ? അതിൻ്റെ വേറെ രസം ഞാൻ പറയാം. തമിഴിന് ഹിന്ദി വേണോ വേണ്ടയോ എന്നൊരു ചോദ്യമുണ്ട്.
ഗവൺമെൻറ്റിന് വേണോ വേണ്ടയോ എന്നല്ല, തമിഴ്നാട് ഗവൺമെൻറ്റിന് വേണോ വേണ്ടയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, തമിഴിന് വേണോ വേണ്ടയോ. അതിന് ഉത്തരം ഹിന്ദി പ്രചാര സഭയുടെ കോഴ്സുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൻ്റെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. എന്തുകൊണ്ട്? സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, അവന് ഹിന്ദി പഠിക്കണം. അതുകൊണ്ട് അവർ ഹിന്ദി പ്രചാര സഭയുടെ കോഴ്സുകളിൽ ചേർന്ന് പരീക്ഷ പാസ്സായി ഹിന്ദി പഠിക്കുന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ കേരളത്തിൽ നമ്മുടെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ്. പക്ഷേ ത്രിഭാഷാ പദ്ധതിയാണ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ആ ഹിന്ദി കൊണ്ട് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാഹിത്യ ഹിന്ദി കൊണ്ട് നമുക്കൊരു ബംഗാളിയോട് പോലും സംസാരിക്കാൻ പറ്റില്ല, വേറൊരു കാര്യം. എന്നാലും നമുക്കറിയാവുന്ന ഹിന്ദിയെ നമുക്ക് മുറി ഹിന്ദി എന്ന് വിളിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, പോട്ടെ. ശരിയായ ഹിന്ദി സംസാരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പോക്കൺ ഹിന്ദിയാണ് ശരിക്കും. നമ്മൾ പഠിക്കുന്നത് സാഹിത്യ ഹിന്ദിയാണ്, ആയിക്കോട്ടെ. പക്ഷേ ഹിന്ദിയിലേക്ക് നമ്മൾ ഓപ്പണായി. നമ്മൾ ഹിന്ദി, നമ്മുടെ മുന്നിൽ ഹിന്ദി വായിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, ആ കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നമുക്ക് കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ നടക്കില്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ആ ഒരു സമയത്തുള്ള ഹിന്ദി വിദ്യാഭ്യാസം വെച്ചിട്ട് ഉത്തരേന്ത്യക്കാരോട് സംസാരിക്കാനൊക്കെ എനിക്ക് കുറച്ചൊക്കെ പറ്റുമായിരുന്നു. ഉത്തരേന്ത്യയിൽ ചെന്നാൽ അത്യാവശ്യം പിടിച്ച് നിൽക്കാമായിരുന്നു. ഇപ്പം സാഹിത്യ ഭാഷയിൽ അതാണ് പഠിക്കുന്നതെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലാവും സംസാരിക്കേണ്ടത് അങ്ങനെയല്ല, ശരിയാവും എന്നുള്ളതൊക്കെ. പക്ഷെ നമുക്ക് ബേസ് കിട്ടി. ആ ബേസ് പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് ഒരു സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. കോടതി അതാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് ആ സ്കൂളുകൾക്ക് വേണ്ട സ്ഥലം എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുത്തോളാം. പിന്നെ എന്തെങ്കിലും ഇതിൽ എതിർപ്പുണ്ടെങ്കിൽ കേന്ദ്രമായിട്ട് ചർച്ച ചെയ്യുക ഭാഷാ പ്രശ്നത്തിൽ. അങ്ങനെ എതിർപ്പും ചർച്ചയൊക്കെ ആയിരിക്കും, പക്ഷേ പാവപ്പെട്ടവൻ്റെ അവകാശം നിഷേധിക്കാനും പാടില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റാലിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. അതും കേട്ടുകൊണ്ട് സ്റ്റാലിൻ പോന്നിട്ടുമുണ്ട്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. എന്തായാലും അവർക്ക് 2 ഭാഷയെ നമുക്ക് 3 ഭാഷയല്ല എന്നൊരു സങ്കടം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കേന്ദ്ര സർക്കാരും NEP പദ്ധതി മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ സാക്ഷാൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ UP-യിൽ 4 ഭാഷ പഠിപ്പിക്കാൻ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ആ ഭാഷകൾ വിദേശ ഭാഷകളോ ഉത്തരേന്ത്യൻ ഭാഷകളോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം സൗത്ത് ഇന്ത്യൻ ഭാഷകളാണ്. മലയാളമാണ്, തമിഴാണ്, തെലുങ്കാണ്, കന്നഡയാണ്. അത് നോർത്ത് ഇന്ത്യക്കാർ പഠിക്കുന്ന കാലം, പഠിച്ച് നമ്മളോട് സംസാരിക്കുന്നൊരു കാലം അത് വൈകാതെ വരാൻ പോകുന്നു. അത് വരട്ടെ.